ലോക്സഭയിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷമില്ല എന്നത് അവരെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന പ്രശ്നമാണ്. എന്നാൽ അതിനേക്കാൾ അലട്ടുന്ന മറ്റൊരു പ്രശ്നം ഉപരിസഭയായ രാജ്യസഭയിൽ മൊത്തം 225 സാമാജികരാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൽ NDAക്ക് 101 സീറ്റുകൾ മാത്രമാണ് ഉള്ളത്. ബി ജെ പിക്ക് ആകട്ടെ 86 സീറ്റുകൾ മാത്രം. പ്രതിപക്ഷത്തിന് അനായാസം ഇപ്പോൾ ബി ജെ പിക്കെതിരെ നീങ്ങാൻ കഴിയുന്ന ഒരു അവസരം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഡയറക്റ്റ് അറ്റാക്കിന് വേണ്ടി പ്രതിപക്ഷം തീവ്രമായി ശ്രമിക്കുമ്പോൾ ബി ജെ പി പാർലമെൻ്ററി കമ്മിറ്റി യോഗം ചേരാൻ ശ്രമിക്കുകയാണ്. ഇതിനോടകം തന്നെ നിർവാഹക സമിതി യോഗം ഗോവയിൽ ചേരുന്നു. എക്സിക്യൂട്ടീവ് യോഗത്തിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുത്തിരുന്നു. അത് എത്രത്തോളം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയും, അതിനോടൊപ്പം തന്നെ വ്യക്തമായും പ്രതിപക്ഷത്തിന് നേരിടാൻ വ്യത്യസ്ത പാറ്റേൺ അവലംബിക്കണം എന്ന ഒരു പരാമർശത്തിലൂടെ നീങ്ങുകയാണ് ബി ജെ പി. എന്നാൽ 86 സീറ്റുകൾ മാത്രമുള്ള ബി ജെ പി രാജ്യസഭയിൽ ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യമാണ്. ഇനി ഈ അടുത്ത കാലത്തൊന്നും ലഭിക്കാതിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് ട്രെൻഡ് മാറുന്നത്. കാരണം ഇന്ത്യ മുന്നണിക്ക് ഇപ്പോൾ തന്നെ ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ മുന്നേറ്റം നടത്താൻ കഴിയുന്നുണ്ട്. ഇനി നടക്കുന്ന ഹരിയാന, മഹാരാഷ്ട്ര, ജാർഖണ്ഡ് നിയമസഭകളിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ലഭിക്കും എന്ന ഇൻ്റലിജൻസ് സർവേ കൂടി വരുമ്പോൾ രാജ്യസഭയിലെ കാര്യം നരേന്ദ്രമോദിക്ക് ബാലികേറ മല തന്നെയായിരിക്കും. ബില്ലുകൾ പാസ്സാക്കുക എളുപ്പമായിരിക്കില്ല എന്നുള്ളത് മാത്രമല്ല, അതൊക്കെ എങ്ങനെയും തട്ടിത്തെറിപ്പിക്കാൻ കഴിവുള്ള പ്രതിപക്ഷമാണ്. BJDയും YSR കോൺഗ്രസും നിരവധിയായ പാർട്ടികളും ഒറ്റക്കെട്ടായി കോൺഗ്രസിൻ്റെ പിന്നാലെ അണിനിരക്കുമ്പോൾ ഉപതെരഞ്ഞെടുപ്പുകളിലെ ഫലം കൃത്യമായും നിയമസഭയിലെ മുഖ്യ തെരഞ്ഞെടുപ്പുകളിലും ആവർത്തിക്കപ്പെടുമ്പോൾ തീർച്ചയായും ബി ജെ പിക്ക് ഭൂരിപക്ഷം കുറയും. രാജ്യത്ത് ബി ജെ പിയുടെ നിയമസഭാ സാമാജികരുടെ എണ്ണം കുത്തനെ ഇടിഞ്ഞാൽ ബി ജെ പിക്ക് രാജ്യസഭ എന്നത് ഒരിക്കലും അപ്രാപ്യമായ ഒരു കാര്യമായിരിക്കില്ല എന്ന വിലയിരുത്തൽ കൂടി കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുന്നു. അതോടുകൂടി ബി ജെ പി പടം മടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കട്ടയും പടവും മടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് കുതിക്കുക അത്ര എളുപ്പമായിരിക്കില്ല. ഹിഡൻ അജണ്ടകളെ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ, സാമ്പത്തിക പരിഷ്കരണത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്ന രീതിയിലുള്ള നടപടികൾ, ഇലക്ട്രൽ ബോണ്ട് തുടങ്ങിയ കാര്യങ്ങളിൽ ബി ജെ പിക്ക് തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നും ഒരു മോചനം അവർക്കുണ്ടാകില്ല എന്നുള്ളത് വളരെ വ്യക്തം. രാജ്യസഭയിൽ ന്യൂനപക്ഷമായി മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി മാറുമ്പോൾ സ്വാഭാവികമായും അത് ഡബിൾ ഇമ്പാക്റ്റ് ആയിരിക്കും ബി ജെ പി നേതൃത്വത്തിനെതിരെ വരുന്നത്.